പ്രതിരോധ കുത്തിവെപ്പെടുത്തിട്ടും പേവിഷബാധയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മലപ്പുറത്തെ 5 വയസ്സുകാരിയുടെ മരണവും കൊല്ലത്ത് 7 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതും കേരളത്തെ വേദനിപ്പിക്കുക മാത്രമല്ല, ഭയപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. മലപ്പുറം സ്വദേശിയായ സിയ ഫാരിസിനെ മാർച്ച് 29-നാണ് തെരുവുനായ ആക്രമിക്കുന്നത്. പിന്നാലെ കുട്ടിക്ക് റാബിസ് വാക്സിൻ നൽകുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കകം കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചികിത്സയിലിരിക്കവേ ഏപ്രിൽ 29-ന് 5 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങി. കൊല്ലം സ്വദേശിനിയായ കുട്ടിയുടെ കാര്യത്തിലും ഏകദേശം സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏപ്രിൽ 12-നാണ് കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നത്. ആക്രമണം നടന്നയുടനെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് IDRB ഡോസും ആന്റി റാബിസ് സിറവും നൽകിയിരുന്നു. 3 തവണ കൂടി കുട്ടിക്ക് IDRB നൽകിയതായാണ് വീട്ടുകാർ പറയുന്നത്. എന്നാൽ പിന്നീട് പനി വന്നതോടെ കുട്ടി വീണ്ടും ആശുപത്രിയിലെത്തി. മെയ് 3-ന് പേവിഷബാധ സ്ഥിരീകരിച്ച പെൺകുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. നായയുടെ കടിയേറ്റ ശേഷം പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടും എന്തുകൊണ്ടാണ് പേവിഷബാധ ഉണ്ടാവുന്നത്? എല്ലാ മുറിവും ഒരുപോലെയല്ല എന്നതാണ് പ്രധാനമായ കാരണം. ആഴത്തിലുള്ള മുറിവുകൾ അപകടകാരികളാണ്. വളരെ വേഗം ചികിത്സ തേടുക എന്നത് അത്യാവശ്യവുമാണ്. ഒരു വ്യക്തിയുടെ തലച്ചോറിനടുത്തുള്ള ഭാഗങ്ങളിലാണ് നായയുടെ കടിയേൽക്കുന്നതെങ്കിൽ അത് രോഗബാധ വളരെ പെട്ടെന്നുണ്ടാകാൻ കാരണമായേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പ്രതിരോധ കുത്തിവയ്പ്പിന് രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാനാകുമെന്നത് മാത്രമാണ് ചെയ്യാനാകുക. നായയുടെ ഉമിനീരിൽ പേവിഷബാധ ഉണ്ടെങ്കിൽ കടിയേൽക്കുന്ന സമയത്ത് തന്നെ ആ വൈറസ് കടിയേൽക്കുന്ന വ്യക്തിയിലേക്കും ബാധിക്കപ്പെടും. പിന്നീട് ഞരമ്പുകളിലേക്ക് കടക്കുന്ന വൈറസിന് 100 മുതൽ 250 മില്ലിമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വൈറസ് ഞരമ്പുകളിലേക്ക് കടക്കുന്ന ഈ സമയത്താണ് ഇൻക്യുബേഷൻ കാലയളവായി കണക്കാക്കുക. മലപ്പുറത്തെ 5 വയസ്സുകാരിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, മുറിവ് വീട്ടിൽ വെച്ച് കഴുകി വൃത്തിയാക്കിയിരുന്നില്ലെന്നും ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മുറിവ് കഴുകിയതെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. 13 മുറിവുകളാണ് കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. തലയിൽ ആഴത്തിലുള്ള 4 മുറിവുകൾ ഉണ്ടായിരുന്നു. കാലിലും ചുണ്ടിലും മുഖത്തും തോളിലുമായിരുന്നു മറ്റു മുറിവുകൾ. കുട്ടിക്ക് IDRB നൽകിയെങ്കിലും വൈറസ് വ്യാപനം തടയാനുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ നൽകിയിരുന്നില്ലെന്നും പറയുന്നു. വൈറസ് അതിവേഗം തലച്ചോറിലേക്ക് വ്യാപിച്ചതാണ് പ്രതിരോധ വാക്സിൻ ഫലം ചെയ്യാതിരിക്കാൻ കാരണമായതെന്നും ഡോക്ടർമാർ പറയുന്നു. നായയുടെ കടിയേറ്റ പേവിഷബാധ ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നായയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ കടിയേറ്റ ഭാഗത്തെ വൈറസ് എത്രയും പെട്ടെന്ന് കഴുകിക്കളയേണ്ടത് അത്യാവശ്യമാണ്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിക്കളയുന്നത് വൈറസുകളെ നീക്കം ചെയ്യുന്നതിന് സഹായിക്കും. ഇത് പിന്നീടുള്ള വൈറസ് സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. ഒരു വ്യക്തിയുടെ തലച്ചോറിനടുത്തുള്ള ഭാഗങ്ങൾ, അതായത് തല, മൂക്ക്, മുഖം, കഴുത്ത്, ചെവി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ അത് അപകടമാണ്. വൈറസ് നേരിട്ട് ഞരമ്പുകളിൽ നിന്നും ബ്രെയിനിലെത്തിയാൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഫലിക്കണമെന്നില്ല. കടിയേറ്റത് ശരീരത്തിന്റെ താഴ്ഭാഗത്താണെങ്കിൽ വൈറസ് തലച്ചോറിലെത്താൻ സമയമെടുക്കും. 2 രീതിയിലായാലും കടിയേറ്റ ഉടൻ തന്നെ 15 മിനിറ്റെങ്കിലും കടിയേറ്റ ഭാഗം മുഴുവൻ ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടത് അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ദിവസങ്ങളോ മാസങ്ങളോ ചിലപ്പോൾ അതിൽ കൂടുതലോ എടുത്തേക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രോഗലക്ഷണങ്ങളിൽ പ്രധാനം ഹൈഡ്രോഫോബിയാണ്. വെള്ളം കുടിക്കാൻ കഴിയാതിരിക്കുക, വെള്ളത്തോടുള്ള ഭയം അല്ലെങ്കിൽ വിഭ്രാന്തി പോലുള്ള ലക്ഷണങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. ഇന്ത്യയിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നായകളിലാണ് പേവിഷബാധ കൂടുതലായി കാണുന്നത്. വളർത്തുനായ ആയാലും പേവിഷബാധ ഉണ്ടായേക്കാം എന്നതിനെ കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. വളർത്തുനായകളിൽ നിന്നും പേവിഷബാധയേറ്റ സംഭവങ്ങൾ വിരളമല്ല. കൂടാതെ പച്ചക്കറികളിലും പശുവിന്റെ ഉമിനീരുകളിലും റാബിസ് വൈറസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നായയുടെയോ മറ്റു മൃഗങ്ങളുടെയോ ആക്രമണം ഏൽക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. കടിയേറ്റാൽ എത്രയും വേഗം മുറിവ് കഴുകി വൃത്തിയാക്കാനും വാക്സിൻ അടക്കമുള്ള ചികിത്സ തേടാനും അതീവ ശ്രദ്ധ നൽകണം.